ഈ ദൃശ്യങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നടത്തിയിരിക്കുന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ്. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങാനുള്ള കാരണം ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയാണെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട്. കമ്പനികൾ മലിനജലം തുറന്നു വിടുന്നത് ജലവിഭവ വകുപ്പ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചില്ല എന്നതാണ് പരാതി. ശ്യാംകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. ശ്യാം, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധമാണല്ലോ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഇപ്പോഴവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഗോപികൃഷ്ണൻ, തീർച്ചയായും ചർച്ചയ്ക്ക് വന്ന പ്രതിനിധികളെ അകത്തേക്ക് കയറ്റിവിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ പ്രതിഷേധം ഉണ്ടായത്. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പോലീസുമായി കയ്യേറ്റമുണ്ടായത്. ചില പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. ഏതായാലും അത് നടന്നില്ല. ഇതോടെയാണ് DCC പ്രസിഡന്റ് അടക്കം എത്തിയത്. ഷിയാസ്, ഏത് രീതിയിലാണ് ഈ അല്ല, ഇത് കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മഴ പെയ്തപ്പോൾ ആ മഴവെള്ളത്തിനൊപ്പം ഈ പറയുന്നത് പോലെ ഈ രാസമാലിന്യം മുഴുവൻ ഒഴുക്കിവിട്ടത് ഇവിടുത്തെ കമ്പനികൾ, ഈ ഏലൂരിലെ കമ്പനികൾ. ഇത് ആദ്യമായി നടക്കുന്നതല്ല, ഇത് കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്നതാണ്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പണം വാങ്ങുന്നവരാണ്. ഇവരൊക്കെ കിട്ടുന്ന ശമ്പളം മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ഈ കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആളുകളാണ്. ഇവരിയ്ക്കുന്നിടത്തോളം ഇവിടെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് വരികയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. ഒരേ സമയം ഓഫീസിന് പുറത്തും അകത്തും പ്രതിഷേധം നടക്കുകയാണ്. ജനപ്രതിനിധികൾ ഇവിടെ അകത്തുണ്ട്, പ്രവർത്തകർ പുറത്തുണ്ട്. അവരാണ് CIയുമായി നേരത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. കൂടുതൽ നേതാക്കളെ അകത്തേക്ക് ചർച്ചയ്ക്ക് കടത്തിവിടണമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. അത് പോലീസ് അംഗീകരിച്ചില്ല. ഇതോടെയാണ് പോലീസുമായി വാക്കുതർക്കം ഉണ്ടായത്. CIയുമായിട്ടായിരുന്നു വാക്കുതർക്കവും. ഒരു തവണ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോയത്. തുടർന്ന് കൂടുതൽ പ്രവർത്തകരെ DCC പ്രസിഡന്റ് വന്ന ശേഷമാണ് കടത്തിവിട്ടത്. ഏതായാലും ഇപ്പോൾ ഓഫീസിനുള്ളിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ അവരുടെ നിലപാട് പറയുന്നത് മേലുദ്യോഗസ്ഥരോട് ആലോചിച്ചിട്ട് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. ഏതായാലും അത് ജനപ്രതിനിധികൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഓഫീസിന് അകത്തും പുറത്തും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിലുള്ളത്. ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ള നേതാക്കളെ പോലീസ് തടഞ്ഞതിനെ തുടർന്നുള്ള പ്രതിഷേധമാണിത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതിന് കാരണം ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയാണ് എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട്. കമ്പനികൾ മലിനജലം തുറന്നു വിടുന്നത് ജലവിഭവ വകുപ്പ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മലിനജലം തുറന്നു വിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ ജനപ്രതിനിധികളോടാണ് ഉദ്യോഗസ്ഥർ വിഷയം ചർച്ച ചെയ്തത്. മത്സ്യ കർഷകർക്ക് കോടികളുടെ നഷ്ടമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ അറിയിക്കുന്നത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊരു സാധ്യത ഒരുങ്ങിയിട്ടുണ്ടോ? ഈ തർക്കത്തിനും അതേപോലെ ബഹളത്തിനുമൊക്കെ ഇടവരുത്തിയ സാഹചര്യം എന്താണ്? ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് സംസാരിക്കുന്നത് കേട്ടു. എന്താണ് DCC പ്രസിഡന്റ് പറഞ്ഞത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആദ്യഘട്ടത്തിൽ ചർച്ച വളരെ സമാധാനപരമായാണ് പോയത്. പോലീസ് അനുവദിച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കെത്തി. അവരവരുടെ ഒരു നിലപാട് പറയുന്നത് ഇതിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിൽ നിന്ന് ചില അനുമതികൾ ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രദേശവാസികളുടെ ദുരിതം, അതിന് ഒരു പരിഹാരം ഉണ്ടാകും. ഇന്നലെ 24 മണിക്കൂറായി ഇങ്ങനെ ഒരു രാസദുരന്തം ഉണ്ടായിട്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറിഗേഷൻ വകുപ്പാണ് ഇതിൽ കുറ്റക്കാർ. കാരണം ഇറിഗേഷൻ വകുപ്പ് ഒരു കാരണവശാലും മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഈ വിവരങ്ങൾ അറിയിക്കുന്നില്ല. പലതവണ ബണ്ട് തുറന്നു വിടുന്നു. ഇത് മുൻപും ഇതുപോലെയുള്ള മത്സ്യക്കുരുതി ഉണ്ടായതാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുജലാശയം മലിനമാക്കിയതിന് കേസെടുക്കാനായിട്ട് പരാതി നൽകുമോ എന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നു. അത് പരിശോധിക്കാമെന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നു. ഇതിനിടയിലാണ് ഈ വിഷയം ജനകീയ വിഷയമാണ്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന നിലപാട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ഈ വിഷയമാണ് പിന്നീട് അകത്ത് ചില വാക്കുതർക്കങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഇതേ സമയം തന്നെയാണ് പുറത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അവരോട് കൂടുതൽ നേതാക്കൾ അകത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ പോലീസ് സമ്മതിച്ചില്ല. ഇത് പോലീസുമായി ഒരു വാക്കുതർക്കത്തിന്, CIയുമായി ഉൾപ്പെടെ ഒരു വാക്കുതർക്കത്തിന് ഇടയാക്കി. നിലവിൽ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. അകത്ത് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയുടെ ഫലം എന്താകുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ ഒരു ഓഫീസിന് തീരുമാനിക്കാവുന്ന വിഷയമല്ല ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടലുകൾ വേണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ വിഷയമാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി എന്നുള്ളതല്ല, ആ ഉദ്യോഗസ്ഥരുടെ സർക്കാർ വകുപ്പിന്റെ തന്നെ അനാസ്ഥയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും ഈ
വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്ല, കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെയും നടത്തിയിരിക്കുന്ന ചർച്ച അത് എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ നടന്നത് ശ്യാം? നിലവിൽ ആവശ്യങ്ങളായിട്ട് ഉന്നയിച്ചത് ഏതൊക്കെ കമ്പനികൾ 20 കമ്പനികൾ മുൻപ് മാലിന്യം ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയിരുന്നു. അതിൽ ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം പരിശോധനയിൽ കണ്ടെത്തിയ ഒരു കമ്പനി, അത് അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് മാലിന്യം ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയതായിട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മറ്റു കമ്പനികളിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഇതിൽ ഈ ഇറിഗേഷൻ വകുപ്പിന്റെ ബണ്ട് തുറന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകാൻ പ്രധാന കാരണമെന്ന് ഇന്നലെ കളക്ടറോട് ഇക്കാര്യം പറഞ്ഞതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ചോദ്യം. കാരണം പെരിയാറിന്റെ നിരീക്ഷണത്തിനും ഇത്തരം വ്യവസായ മേഖലയുടെ നിരീക്ഷണത്തിനും മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസാണിത്. ഈ ഓഫീസിൽ നിന്നൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെ പോകണമെന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ചോദ്യം. അതുതന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. നിരവധി ജനങ്ങൾക്ക് കുടിവെള്ളമായും അവരുടെ ജീവിതോപാധമാക്കുകയും ഒക്കെ ഉപയോഗിക്കുന്ന പെരിയാറിനെയാണ് മലിനമാക്കുകയും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പരിഹാരം വേണം. ഈ കുറ്റക്കാരാണെന്ന് അറിയണം, ജനങ്ങളോട് അത് പറയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യത്തിന് ഒരു പരിഹാരമാകുന്നില്ല. ഇതിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. ശരി, ഇതിൽ എന്ത് നടപടി, എന്ത് പരിഹാരം എന്നതിൽ വ്യക്തതയോടുകൂടിയുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ചർച്ചയ്ക്ക് വേണ്ടി എത്തിയ നേതാക്കളെ, ജനപ്രതിനിധികളെ പോലീസ് തടഞ്ഞു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പെരിയാറിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഗൗരവത്തോടു കൂടിയുള്ള ഒരു പരിശോധനയും അതിൽ നടപടിയും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.